നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി നാവെടുത്ത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ എന്റെ അമ്മയാണ് കൊള്ളാവുന്നതെന്ന്? അങ്ങനെ പറയാൻ പോയിട്ട് അമ്മേന്ന് നാവനക്കാൻ ഇനി പറ്റില്ലല്ലോ. പിന്നെ അഭിമാനത്തോട് പറഞ്ഞോണ്ടിരുന്നതേ അനിയനെ കുറിച്ചാ. വലിയ ശാസ്ത്രജ്ഞനാവൂന്ന് അതും ദൈവം കേട്ടു. ഒരു അപകടം സംഭവിച്ചല്ലേ, അതിന് ദൈവം കൊടുത്തു എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ലമ്മേ. ആർക്കാ സംഭവിച്ചുകൂടാത്തത്? ആ അത് ശരിയാ, ആർക്ക് സംഭവിക്കാം. പക്ഷെ ഇത് പറഞ്ഞു കേട്ടത് എന്താണെന്ന് നന്ദൻ അറിയാലോ. അമ്മയുടെ ദുർനടപ്പില് പേടിച്ച് കൈവറച്ചു പോയതാന്ന്. അങ്ങനെയാ റൂമർ. നമ്മൾ ഈ റൂമറുകളുടെ പുറകെയൊന്നും പോണ്ട, അത് അവരുടെ കാര്യം. ദേ അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. എടാ മോനെ, അത് അവരുടെ കാര്യം. അതിലൊന്നും ആവശ്യമില്ലാതെ നമ്മൾ ഇടപെടാൻ പോണ്ട, നാണക്കേടാ. നമുക്ക് ചെന്ന് അന്വേഷിക്കാൻ പറ്റിയ കുടുംബം അല്ലത്. ശരണ്യക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതെ, നിന്റെ കഴിവുകേടായിട്ട് ഞാൻ പറയൂ. അവളെ നീ ഒന്ന് വാച്ച് ചെയ്ത് നോക്കണം. ഇപ്പൊ അഭിമാനം പറയാൻ ആരുമില്ല. അമ്മയെക്കുറിച്ച് പറയാൻ പറ്റില്ല, കുടുംബക്കാരെ കുറിച്ചും പറയാൻ പറ്റില്ല. അപ്പോ സ്വയോ ഒരു അഹങ്കാരം എടുത്തങ്ങ് അണിയ. അല്ലെങ്കിൽ പിന്നെ ഇന്ന് പോവണ്ടെന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടും അവള് കേട്ടോ? അത് പോട്ടെ, നീ പറഞ്ഞോ? ഇന്ന് എന്തായാലും പോണ്ടെന്ന് നീ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ കേൾക്കാത്തത്? അവള് പറഞ്ഞതുപോലെ എപ്പോഴായാലും പോകണ്ടല്ലേ അമ്മേ.